പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അവൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിങ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാന്നാണ് കൂട്ടാ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. വായിക്ക് വായിക്ക്. നീ വായിക്കടേ. ഞാൻ ഇതോടൊപ്പം അമ്മണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മണി, എടി അമ്മണി, അവൾ എവിടെടി? ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ തെണ്ടിയോട് ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടി. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് അച്ഛാ. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. മതി, കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. ഒരെണ്ണുള്ളൂ എന്ന് വിചാരിച്ച് കുഞ്ചിച്ച് കുഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശക്കോട്ടാലേ. വേണ്ട വേണ്ടെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിട്ട് കുറെ കാലമായി. എന്താടി, അച്ഛനൊരു വിലയല്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും. അങ്ങനെ എന്താടോ? വണ്ടി റെഡി. എന്താ? ഇടിച്ച വണ്ടി റിപ്പയർ കഴിഞ്ഞ് റെഡിയായി. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. നടക്കോ. എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ, കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും. നിന്നെ ഞാൻ അമ്മിണിക്കുട്ടിയെന്നോ ആനക്കുട്ടിയെന്നോ വിളിക്കേണ്ടത്. നിനക്ക് കത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മണി. എന്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മണി. എന്റെ ഹൃദയത്തുടിപ്പുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മണി. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ അമ്മണി. മുരുകാ ഭവാനെ. ஷேவ் பண்ணுங்க தம்பி. உட்காருங்க. என்ன தம்பி, ஷேவ் பண்ண தெரியாதா? അറിയാം. കടവുളെ, ഇതെന്നോട് കത്തി. ഇതെന്നോട് കത്തിതാൻ. ആര് പറഞ്ഞു? നിങ്ങൾ ആരാ? என்ன இதெல்லாம்? எல்லாமே என் தங்கமான பருகு. முருகா, ஆண்டவனே, எல்லாமே നീ എനിക്ക് തിരിപ്പി കൊടുത്തിയേ. എന്നാ സാർ ഇതൊക്കെ? ഷേവ് ചെയ്യാൻ പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. ഉണ്മയെ ചൊല്ലു, ഇതെല്ലാം എங்கே ഇരുന്ന് കിടച്ചത്? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എൻ്റെ പേര് വേലായുധൻ കുട്ടി. അപ്പ പേര് ധർമ്മലിംഗം.
അച്ഛൻ ധർമ്മം കൊടുത്ത് എല്ലാം നശിച്ചു പോച്ച്. അമ്മ ശിവകാമി കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അതിസാരം വന്ന് സെത്ത് പോച്ച്. ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോടുകൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സാധനം മുഴുവൻ വാങ്ങിയത്. ഉന്മതൻ മുരുകനാണ് സത്യം. ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോ വളരെ ഐശ്വര്യമുള്ള ഒരാളുടെയാന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ഇത് അങ്ങയുടെ തണിങ്ങി എടുത്തോളൂ, ഞാൻ വേറെ മേടിച്ചോളാം. தம்பி, இந்த கத்தி என் கத்தி, இந்த மிஷின் எம் மிஷின். உங்க அப்பா பேர் என்ன சொன்னே? ധർമ്മലിംഗം. அம்மா? ശിവകാമി. மகனே நீ மட்டும்தானா? அப்போ நீ அநாத பையன். ஆமா சார், எனக்கு யாருமே இல்லை. வேலாயுதா, நீ எனக்கு இப்ப மகன். என் சொத்துக்கள் எங்க வந்து சேரணுமோ அங்க வந்து சேர்ந்திருக்க. இதுதான் என் சொத்துக்கள். ஆமா, நீ இப்ப எங்க தங்கி இருக்கு? நான் இதுக்கு பின்னாடி வாடகை வீட்டுல. சீ, இனி எம் வீடோ உம் வீடு. நீ அநாதன் இல்லை, சனாதன். ஐயோ முருகா, என் பேரு காளீஸ்வரன், கவலையில் காளிமுத்து. இந்த முருகன் சாட்சியாக சொல்றேன், இன்று முதல் நீ என் மகன். இது சத்தியம், சத்தியம், சத்தியம். இதுதான் என் வீடு. உள்ளே கிளாஸ் நடந்துட்டு இருக்கு. எனக்கு ஒரே ஒரு மகள் ஆனந்தவல்லி, ஒரே ஒரு பொண்டாட்டி பைஜம். அவங்க என்ன பிரமாதமா டான்ஸ் ஆடும் தெரியுமா? உனக்கு பிரஷர் இருக்கு, சுகர் இருக்கு. நான் எத்தனை வாட்டி சொல்லி இருக்கேன் ஜாஸ்தி டான்ஸ் ஆடக்கூடாதுன்னு. போங்க எல்லாம் போங்க. போயிட்டு நாளைக்கு வாங்க. தம்பி, இது கீழே வை. சொல்லு தம்பி, இது யாரு? மகளாണല്ലേ? நான் இவங்களோட மனைவி. ஆனா ரொம்ப சின்ன வயசு. இல்லம்மா, கொஞ்சம் இப்படி வா. இது யாரு சொல்லு பாப்போம். இது ஆனந்தவல்லியല്ലേ? கரெக்ட். ஹாய், என் பேரு சொல்றாருமா. சின்ன பொண்ணுல வெக்கப்படுறா. சேர வேண்டியது எங்கிருந்தாலும் சேர்ந்துதான் ஆகணும். புடி. சாரி. இது என் ரூம். வசதி எல்லாம் கொஞ்சம் கம்மி தான். உங்களுக்காக தான் காலி பண்ணிட்டு இருக்கேன். ஆமா, அப்பா பேரு தர்மலிங்கமா? அம்மா பேரு சிவகாமி தானே? எல்லாமே அப்பா சொல்லி இருக்கிறாரு. நீ சொன்ன மாதிரி வேலாயுதம் இனி நம்ம பையன்தான். அவனுக்கு அப்பாவும் இல்ல, அம்மாவும் இல்ல. வேலையில எவ்வளவு எக்ஸ்பெக்ட் இல்லை. கொஞ்ச காலம் சூப்பர்வைஸ் பண்ண வேண்டியதுதான். அது பார்த்துக்கலாம். பாக்குறதுக்கு என்ன லட்சணமா இருக்கான் பாத்தீங்களா? நம்ம ஆனந்தவல்லிக்கு பொருத்தமான ஜோடி. இதுக்கு தாண்டி டைம் டைம்னு சொல்றது. முருகன் தானே அவனை என்கிட்ட கொண்டு சேர்த்தது. ஆனந்தவல்லி, குழந்தைக்கு குளிக்கிறதுக்கு தண்ணி எடுத்து வை. இப்பதாம்மா சுட வச்சிருக்கேன். അയ്യോ, എനിക്ക് പച്ചവെള്ളം മതി. എവിടെയാന്ന് വെച്ചാൽ ഞാൻ പോയി എടുത്തോളാം. அதெல்லாம் சொல்லக்கூடாது. இனிமே எல்லாம் என் வேலை. அப்பா எல்லாம் சொல்லியிருக்கிறாரு. താങ്ക്സ്. எங்க அப்பா ரொம்ப கெட்டிக்காரரு. அவ்வளவு சீக்கிரத்துல உத்திரிட்டையும் பழக மாட்டாரு.
ഒരാൾ മൂഞ്ച பார்த்தா அவர் நல்லவரா கெட்டவரான்னு கரெக்டா சொல்லிடுவாரு. അത് പിന്നെ അനന്തവല്ലി എനിക്ക് തമിഴ് അങ്ങോട്ട് മനസ്സിലാവണല്ലേ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ കോൺ ഫോളോ യുവർ ലാംഗ്വേജ്. இங்கிலீஷ்ல நல்லா பேசுவீங்களா? യെസ്. അച്ഛനെ പറ്റി എന്താ പറഞ്ഞത്? அப்பாவுக்கு திடீர்னு கோவம் வரும். கோவம் வந்தா என்ன செய்வார்னு சொல்லவே முடியாது. போன வாரம் கூட ஒராளை குத்திட்டாரு. കുത്തേ? போலீஸ் கூட வரல. அப்பான்னா அவ்வளோ பயம். தினம் எக்ஸசைஸ் பண்ணுவாரு. இப்படி இருக்காருன்னு பாக்காதீங்க. அந்த பேக் திருட்டு போனதுல இருந்து அப்பா பைத்தியம் பிடிச்ச மாதிரி ஆயிடுச்சு. நான் தான் சொன்னேன் திருடனை ஒண்ணும் செய்ய வேண்டான்னு. அந்த திருடனை மட்டும் கையில கிடைச்சா கண்டிப்பா எங்க அப்பா குத்திடுவாரு. അല്ല, ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാ. ஐயோ தெரியுமே. அந்த அந்த பேக் யாரு திருடினாலும் நல்லா இருக்கணும். இல்லைன்னா நீங்க இங்க வந்து சேர்ந்திருக்க முடியாதே இல்ல? അമ്മണി கூப்பிட்டீங்களா? ഇല്ലേ? പിന്നെ ആരോ കൂപ്പിട്ട மாதிரி இருந்துச்சு. അത് ഞാൻ മുരുകനെ വിളിച്ചതാ. அப்படியா? குட் நைட். சரிங்க, வாங்க. தாதா, அவர் அங்க இல்லையா? எங்க போயிருக்கு? எங்க போயிருக்காங்கன்னு அவங்களுக்கு தெரியாதா? பின்ன எവിടെ போய் கிடக்குன்னு முடி வெட்டுறதும் இல்ல. அவங்க ஒண்ணு சொன்னாங்க. என்ன? அவரு பின்னாடி எப்பவும் எறா மாதிரி ஒரு ஆள் இருப்பாரா? எறா? கொஞ்சு மாதிரி. கொஞ்சு மாதிரி? പഴനിയിലോ? ആരുടെ? മെതുവാ. அப்படி 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 இறங்கி 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 ஒரு யோ நிறுத்தியா? இது என்ன டிரைவிங் ஸ்கூலா? என் மூஞ்சி என்ன நேஷனல் ஹைவேயா? சார் ஒன்னும் பயப்படாம இருங்கோ. இந்த ஆள் யாரு தெரியுமா? இந்த கட்டிங்ல ஷேவிங்ல ரொம்ப விருதெடுத்த ஆளா. என்ன ஹெவி லைசன்ஸா? இந்த மூஞ்சிக்கு எதுக்கடா ஹெவி லைசன்ஸ்? வேலையை பாரு. முருகா, வண்டி வெள்ள இங்க சைடாக்கி வை. முருகா, இதான்னு நினைக்கிறேன். நீ இங்க நில்லு, நான் போய் பார்த்துட்டு வர்றேன். சரிதான். அப்பா அப்பா ഇനി கொஞ்ச നേരം നീങ്ക നോയിക്കോളൂ, ഞാൻ പോയിട്ട് പോരാം. കൊടു 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 കൊടു. ധാരാണ്ടോ? വാ, നീ കൈ വിട്. കാര്യം പോലെ എന്താന്ന് വെച്ചാല് ഇങ്ങോട്ട് വാ. എങ്ങോട്ടാണ് ഇത് പിടിച്ചാൽ ചൂടിക്കൊണ്ടു? വിട്. നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അങ്ങനോട് പറഞ്ഞിട്ടില്ല. ആരാണ് ഈ അങ്ങോര്? നീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു. സ്വന്തം തന്ത തന്നെ. സ്വന്തം തന്തനോടാണ് ഇത്ര സ്നേഹത്തിലായിട്ട് വിളിച്ചിട്ടു. ഇപ്പൊ തന്തമാതിരി തന്നെയാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിലേ ഞാൻ ആ ഇൻസ്പെക്ടറെ കൈ ചെന്ന് പെട്ടേനെ. എങ്ങനെ? അന്ന് ഞാൻ തട്ടിക്കൊടുന്ന ബാഗില്ലേ, അത് അങ്ങേരുടെയാ. അതെങ്ങനെ അയാൾ അറിയുന്നു? അറിഞ്ഞു. കയ്യോടെ എന്നെ പൊക്കുകയും ചെയ്തു. നീ എന്തിനു പിടുത്തം കൊടുത്തേ? പിടുത്തം കൊടുത്തതല്ല, പിടിച്ചു പോയതല്ലേ. ആ കത്തിയിലും മെഷീനിലും എല്ലാം അയാളുടെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു. ഞാനൊരു അനാഥനാണ്, അച്ഛനും അമ്മയും ബാർബർമാരായിരുന്നു. ആരായിരുന്നു? ബാർബർമാരായിരുന്നു. അവര് മരിച്ചപ്പോ നാട് വിട്ടാണെന്നൊക്കെ. ചുരുക്കി പറഞ്ഞ നീ എല്ലാം ചളാക്കി ആക്കി. പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദമാ. പുതിയ ബാർബർ ഷാപ്പ്, താമസിക്കാൻ അങ്ങേരുടെ വീട്, വാടക വേണ്ട, ഭക്ഷണം ഫ്രീ. ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയ കുഞ്ഞിക്കാതറേ. ഇക്കണക്കിന് പോയാൽ നീ പച്ചല്ല ചോപ്പും പിടിച്ചു പോകും പോലെ. ஹை, இங்க வந்து நிக்கிறியா?
நான் சாப்பாடு எடுத்துட்டு எங்கெல்லாம் தேடினேன். டைம் ஆகவில்லையே ஆனந்தவல்லி. டைம் எல்லாம் ஆச்சு. இனிமே நீங்க எப்ப சாப்பிடணும் எப்ப தூங்கணும் எல்லாம் நான் தான் சொல்லுவேன். ஐயோ வெயில நின்னு முகம் எல்லாம் என்னமா வாடி போயிருக்கு. அப்பா உங்களுக்காக அங்க காத்துட்டு இருக்கு, வாங்க போங்க. அப்பா காத்திருக்குது. யார் இவரு? இது நான் இவருக்கு ஒரு நண்பன், இன்னொரு பார்பர். அப்படியா? ஆமா. நீங்களும் வாங்க, நம்ம வீட்ல சாப்பிடலாம். ஐயோ வேணாமா, ரொம்ப தேங்க்ஸ். அல்ல இது கடையில வச்சிருக்க சாப்பாடு, நான் அங்க வந்து சாப்பிட்டுக்கிறேன். அப்படி எல்லாம் சொல்லக்கூடாது. நானே உங்களுக்காக என் கையால சமைச்சது. நீங்க வந்தாதான் நான் சாப்பிடுவேன். வாங்க കുഞ്ഞിക്കാതറേ പോങ്ക. വൈകിട്ട് കാണണേ, വൈകിട്ട് തീർച്ചയായിട്ടും കാണണം. വാങ്ങ. നീ വരയ്ക്കുന്നതിൽ ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനെയാണെ കാണണ്ട. അയ്യോ കാണണം. നീ പറഞ്ഞൊന്നും എനിക്ക് തലേ കയറുന്നില്ല. ഞാനാണ് കുഞ്ഞിക്കാതറാണ്, എന്റെ മുത്തശ്ശിയാണ്. ഈ പഴണിയാണ്ടവനാണ്. മതി മതി, നീ സംഗതി പറ. എനിക്ക് അമ്മണിക്കുട്ടിയെ കൂടാ ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ആനന്ദവല്ലിയോ? അവൾ എനിക്ക് വെറും തങ്കച്ചി മാത്രല്ലേ. കേട്ടോടത്തോളം വെറും തങ്കച്ചി മാത്രല്ലോള്. ദാ അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേ കൂടെ വിടുന്ന സൈസാണോള്. അതിനെ നിന്ന് കൊടുത്താലല്ലേ. ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞ അയാൾ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ആ ഇൻസ്പെക്ടർ അഴകപ്പന്റെ അടി ഞാൻ കുറെ കൊണ്ടതാണല്ലോ. അല്ല ഞാൻ ഈ നാടും വിടണോ? പറ്റില്ല. എങ്ങനെയെങ്കിലും എനിക്ക് 4 കാശ് സമ്പാദിക്കണം, എന്നിട്ട് ജീവിക്കാൻ വേറെ മാർഗം കണ്ടുപിടിക്കണം. അതിനിപ്പോ ആനന്ദവല്ലി കാളിമുത്തുവെങ്കിൽ കാളിമുത്തു, നമ്മൾ പിടികൊടുക്കാതിരുന്നാ പോരെ. ജോർ ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ആട്ടെ, ഇതിൽ എന്റെ റോൾ എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? കുഞ്ഞിക്കാതറ എങ്ങനെയെങ്കിലും നാട് വരുന്നു പോണം. അല്ല, ഞാൻ അവിടെ സുബൈക്കേറ്റ പോന്നാണ്. അവിടെ ഇപ്പൊ എന്നെ ആരറിയും? അതുകൊണ്ടാണ് കുഞ്ഞിക്കാരോട് തന്നെ പോവാൻ പറഞ്ഞത്. ആ, അവള് ശരിക്കും ഇപ്പൊ വീട്ടുകിടങ്ങല്ല. കുഞ്ഞിക്കാതറ എങ്ങനെയെങ്കിലും അവളെ ചെന്നൊന്ന് കാണണം. കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. പക്ഷെ എന്റെ ഇവിടുത്തെ ജോലി മാത്രം പറയരുത്. അമ്മണിക്കുട്ടിയെ ഞാൻ ഇവിടെ എത്തിച്ചാലോ? എത്തിക്കേ? അതെ. എങ്ങനെ? തട്ടിക്കൊട്ടും. അധ്യാപകം ഉത്തരവല്ലോ. കാര്യങ്ങൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. എടാ ബുദ്ധൂസേ, ഒരു പെണ്ണിനെ തട്ടിക്കൊട്ടിരാന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ് അടിക്കുന്ന അത്ര പണിയില്ല.